നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത് എന്താണ്, ഇനിയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് കിട്ടുന്നത്. കാഴ്ച കുറേയധികം ഒരുപാട് പോസിറ്റീവ് എനർജീസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അബൻഡൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സെപ്പറേഷനൊക്കെ വന്നാൽ കൂടിയും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആവാൻ സാധിക്കില്ല എന്നുള്ള അത്തരം ഒരു ചിന്തയാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾ ഈ ഒരു ചെറിയ സെപ്പറേഷൻ ആയിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആയിട്ടുള്ള ആ ഒരു സമയം തൊട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അത്രയധികം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ലവ് എന്ന് പറയുന്നത് അത്ര ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പോഴുള്ള സെപ്പറേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ട് പേരുടെയും ഒരു തോട്ട്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ വന്നിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ട് സംസാരിച്ച് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പിണങ്ങി മാറി നിൽക്കുന്നവരായിരിക്കാം കൂടുതൽ പേരും. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് നിങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഉള്ള ഒരു കുഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാവില്ല കൂടുതൽ പേർക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അതിങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊരു കോൺഫ്ലിക്റ്റ് പോലായി അങ്ങനെ നിങ്ങൾ കുറേയധികം സംസാരിച്ച് അങ്ങനെ പിണങ്ങി മാറിയതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നതെങ്കിലും അവരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നൊരു സമയമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്കായിക്കോട്ടെ അവർക്കായിക്കോട്ടെ ഒന്നുകൂടി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ശക്തമായിട്ട് ഇനി വന്നാൽ അത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ റിയലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച വഴി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ പിണങ്ങിയിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ കുറേയധികം നിങ്ങളിപ്പോൾ ഒരുപാട് സപ്രഷൻ അനുഭവിക്കുന്നുണ്ടല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഈ ഒരു സമയം മുതലെടുത്തിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയോട് ഒരു ചെറിയ പിണക്കം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു റീസൺ വന്നിട്ട്, അല്ലെങ്കിൽ എന്ത് റീസൺ ആണോ നിങ്ങളതിനെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പറഞ്ഞതായിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും ആ ഒരു റീസൺ വെച്ചിട്ട് നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശ്വസിച്ച് പോവാണ്ടിരിക്കുക. നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഥവാ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു പോയി അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വാക്കായിക്കോട്ടെ ഒക്കെ തന്നെ ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങനെ വിഷമിക്കാണ്ടിരിക്കുക. ടേണിംഗ് ഇൻ എന്നുള്ളൊരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് ലൈഫ് ഓർത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ആണെന്നുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു റീബർത്ത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രയധികമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലായിക്കോട്ടെ, ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കൂടുതലും റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇത്രയധികമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്നുണ്ടായിരിക്കാം. കാരണം ഇത്രയധികമായിട്ട് നിങ്ങളെ പോലും മറന്നുകൊണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇത്രയധികമായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നോ? ഇതുപോലെ തന്നെ അവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ രണ്ടുപേരും നിങ്ങളുടെ വാല്യൂസ് ഒരുപാട് ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പാസ്റ്റിലെ കണക്ഷനും അത്രത്തോളം ഒരു അട്രാക്ഷനും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അവസ്ഥയൊക്കെ തന്നെ പുറമേയുള്ള ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ റിയലൈസ് ചെയ്യുക, നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നൊരു കാര്യം എന്താണെങ്കിലും ഈ റിലേഷൻഷിപ്പിന് റീബർത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷേ നിങ്ങൾ
നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യമായിക്കോട്ടെ അങ്ങനെ പറയാനുള്ള റീസൺ അവർക്ക് അത്രത്തോളം ദേഷ്യം വന്നിട്ടല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവർക്കത് ഫീലായി കാണും, അതുകൊണ്ട് ഇനി ഒരിക്കലും മിണ്ടില്ലായിരിക്കും എന്നൊക്കെ തന്നെ നിങ്ങൾ അല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്ത് ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് പലപ്പോഴും ഇനിയും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആവും എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരു ഇൻറ്റ്യൂഷൻ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അവരുടെയും ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സെയിം ആയിട്ട് തന്നെയാണ് ഫീൽ ആവുന്നത്. മേ ബി ഇത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആയിരിക്കാം. നിങ്ങളിപ്പോൾ അവരുടെ ഒരു വെൽവിഷർ ആയിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വെൽവിഷർ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളിപ്പോൾ എത്രത്തോളം പിണക്കമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുറ്റമൊന്നും തന്നെ ഇങ്ങനെ മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കാണ്ട്, പിണക്കാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ നന്നായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം പറയുമ്പോഴാണെങ്കിലും അവരുടെ കൂടെ കൂടി പറയാതെ, മീൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം നിങ്ങൾ നന്നായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ. മേ ബി നിങ്ങളും അങ്ങനെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ എത്രത്തോളം ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിലും ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു അവരുടെ ബിഹേവിയർ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, അവരുടെ ബിഹേവിയർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കാം. സോ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. മേ ബി ഇത് നിങ്ങൾ തിരിച്ചും അങ്ങനെ ആയിരിക്കും, അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതുവരെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള കെയറിങ്ങും ഇഷ്ടവും ഒക്കെ തന്നെ ജെന്യുവൻ ആയിരുന്നു എന്ന് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ജെന്യുവൻ ആണ് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്, റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത്. ആ ഒരു ഇന്നസെൻസ് തന്നെയാണ്. ആ ഒരു വ്യക്തിയായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ എങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച മീൻ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ സോൾവ് ആക്കാവുന്നതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ തീരാവുന്നൊരു ഇഷ്യൂ ഉള്ളൂ എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. സോ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സെപ്പറേഷൻ അനുഭവിക്കുക അല്ലെങ്കിൽ ഒരുപാട് വിഷമം അനുഭവിക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഓർത്തിട്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ വിഷമിക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ റിലേഷൻഷിപ്പിലെ റീബർത്ത് എന്തായാലും ഉണ്ടാകുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു അബണ്ടൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഓവറോൾ റീഡിങ്ങിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീബർത്ത് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളായിക്കോട്ടെ അവരായിക്കോട്ടെ ഇനി ഈ ഒരു, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു പിണക്കം വന്ന സ്ഥിതിക്ക്, അങ്ങനെ ഒരു പിണക്കം വന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ ഇനി ഇതൊന്നും വേണ്ട എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു രീതിയിലും എന്ത് തന്നെ റീസൺ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആവാനായിട്ട് സാധ്യമാവാൻ കുറച്ച് പാടാണെന്നുള്ളതാണ്. കാരണം അത്രത്തോളം നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ ഭയങ്കര ഡീപ്പാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒരു റീബർത്ത് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സെപ്പറേഷൻ ആണെങ്കിലും ഒരു റീബർത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്.